നമ്മുടെ സർവകലാശാലകളൊക്കെ ഇപ്പം പറയുകയാണെങ്കിൽ കലാപഭൂമികളായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് VC അതേപോലെ VC ഗവർണറും ഒക്കെ നിലനിൽക്കുന്നു, മറ്റൊരിടത്ത് രജിസ്ട്രാറും സർക്കാരും CPM-ഉം വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അവിടെ നിൽക്കുന്നു. സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഒരാൾ പറയുന്നു ഞാനാണ് ഔദ്യോഗിക രജിസ്ട്രാർ എന്ന് പറയുന്നു, പക്ഷേ VC പറയുന്നു അതല്ല, മറ്റൊരാളാണ് ഔദ്യോഗികമെന്ന് പറയുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിലാണ് നമ്മുടെ സർവകലാശാലകളൊക്കെ. അപ്പോൾ കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോര് അത് മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനാണ് നിലവിൽ VCയുടെ നിർദ്ദേശം. താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ച മിനി കാപ്പന് ID നൽകുന്നതിനെ ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ വിലക്കിയെന്നും ആരോപണം ഉയരുന്നുണ്ട്. VCയുടെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറ്റിയ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഈ വിലക്ക് ലംഘിച്ച് സർവകലാശാലയിൽ രജിസ്ട്രാർക്കെതിരെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നു. ഹാൻസ് ജോണിനോട് ചോദിക്കാം എന്താണ് നിലവിലെ സാഹചര്യമെന്ന്. ഹാൻസെ, ഗുഡ് മോർണിംഗ്. കേരള സർവകലാശാലയെ സംബന്ധിച്ച് VC രജിസ്ട്രാർ പോര് അത് മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാറെ ഓഫീസിലേക്ക് കയറ്റരുത് എന്നും ഈ രജിസ്ട്രാർ ഫയലുകൾ തീർപ്പാക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. രജിസ്ട്രാർ ഓഫീസിലേക്ക് വന്നു, പിന്നീട് ഫയലുകൾ നോക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നിപ്പോൾ എന്തൊക്കെ നടക്കാനാണ് സാധ്യത? മോഹനൻ കുന്നുമേൽ സർവകലാശാലയിൽ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? സേതു, ഗുഡ് മോർണിംഗ്. എന്തായാലും കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇന്നും വാർത്തകളിൽ നിറയും എന്നുള്ളതിന് സംശയമില്ല. അതിന് ആക്കം കൂട്ടുന്നത് തന്നെയാണ് ഏറ്റവും അവസാനമായി ഇപ്പോൾ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാർക്കെതിരെ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഓഫീസുകളിൽ കയറി പ്രവർത്തിക്കുന്നത് തികച്ചും ചട്ടവിരുദ്ധമാണെന്നാണ്. അതിനോടൊപ്പം തന്നെ സർവകലാശാലയുടെയും വിദ്യാർത്ഥികളുടെയും ഫയലുകളോ സർട്ടിഫിക്കറ്റുകളോ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇതുമൂലം നിലനിൽക്കുന്നു. കൂടാതെ സർവകലാശാലയിൽ സുരക്ഷ ഒരുക്കുന്നതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസിനും അതിനോടൊപ്പം തന്നെ ജീവനക്കാർക്കും വീഴ്ച സംഭവിച്ചു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്ന അടക്കമുള്ള സാധ്യതകൾ തേടണം. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ VCയുടെ വിലക്ക് ലംഘിച്ച് സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിച്ച രജിസ്ട്രാർക്കെതിരെയും അതിനോടൊപ്പം തന്നെ സുരക്ഷയിൽ വീഴ്ചയുണ്ടാക്കിയ ജീവനക്കാർക്കെതിരെയും അച്ചടക്ക നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള PS ഗോപകുമാറും ഡോക്ടർ വിനോദ് കുമാറും വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിന് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ എത്തും. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെടും. ഈ ഫയലുകളടക്കം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് രജിസ്ട്രാറുടെ തീരുമാനം. പക്ഷേ അതേസമയം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഈ വിഷയങ്ങളിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ഉത്തരവുകൾ അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് രജിസ്ട്രാറുടെയും അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിൻ്റെയും നടപടികൾ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം വിലക്ക് ലംഘിച്ചെത്തിയ രജിസ്ട്രാർക്കെതിരെ ഇനി എന്ത് നടപടിയായിരിക്കും വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ മോഹനൻ കുന്നുമേൽ സ്വീകരിക്കുക? അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ സെക്യൂരിറ്റി ജീവനക്കാർ കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി രജിസ്ട്രാർക്കെതിരെയുള്ള ഏതെങ്കിലും നടപടിയിലേക്ക് വൈസ് ചാൻസലർ കടക്കുക. അതിനോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചാൻസലറെ സമീപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് അദ്ദേഹം എത്തില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അദ്ദേഹം നിലവിൽ ഇപ്പോൾ കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ അതേസമയം ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ പ്രതിഷേധിക്കാനും തടയാനും തന്നെയാണ് SFIയുടെ തീരുമാനം. എന്തായാലും ഇന്നും വലിയ ഡെവലപ്മെൻറ്റുകൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ടാകും. പക്ഷേ അതിനോടൊപ്പം തന്നെ സർവകലാശാലയെ 2 രജിസ്ട്രാർ നിലനിൽക്കുന്നു എന്നുള്ള കൗതുകവും അവിടെ നിലനിൽക്കുന്നുണ്ട്. സേതു, ഓക്കെ ഹാൻസ്, ശരി. ഹാൻസ് പറഞ്ഞപ്പോൾ തന്നെ സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ നിലനിൽക്കുന്നു. മറ്റ് പ്രതിഷേധങ്ങളും കാര്യങ്ങളുമുണ്ട്. ആരും ഒന്നിലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുമ്പോഴും ഇവരൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇതിലൊക്കെ പെട്ടുപോകുന്നത് പാവപ്പെട്ട കുറച്ച് വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അവരുടെ വിദ്യാഭ്യാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്നുമില്ലാതെ ആയിപ്പോകുന്നത് എന്നുള്ളത്. ഇതിലൊക്കെ പെട്ടെന്നൊരു തീരുമാനമൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.